നമസ്കാരം. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയപ്പോൾ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മറഞ്ഞു എന്നുള്ള വലിയ ആശങ്കയിലാണ് മുന്നണികൾ. മുസ്ലിം വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള മാൾഡ ഉത്തർ, മാൾഡ ദക്ഷിൺ, ജംഗിപ്പൂർ, മുർഷിദാബാദ് എന്നീ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പൗരത്വ നിയമ ഭേദഗതിയും അതിനോടൊപ്പം തന്നെ ഏക സിവിൽ കോഡും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ ഒപ്പം നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇടതും കോൺഗ്രസ് സഖ്യവും സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസും ഇതിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടത് കോൺഗ്രസ് സഖ്യവും തൃണമൂൽ കോൺഗ്രസും ഈ ന്യൂനപക്ഷങ്ങളെ ചാക്കിട്ട് പിടിക്കുന്നതിന്റെ ഒരു തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയാണ് അവർ അവിടെ എന്തായിരിക്കും വിധിച്ചിരിക്കുന്നത് എന്നുള്ള ആശങ്ക പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ശ്രമം, അതായത് തൃണമൂൽ കോൺഗ്രസ് ഒരു വശത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പറയുന്നു, അതിനോടൊപ്പം തന്നെ ഇടത് കോൺഗ്രസ് സഖ്യവും പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ ഇരുപക്ഷത്തേക്കുമായി ഭിന്നിക്കുകയും ഹിന്ദു വോട്ടുകളുടെ ഭൂരിപക്ഷവും തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ ജയം സാധ്യമാണ് എന്ന വിലയിരുത്തലിലാണ് BJP ഉള്ളത്. മാൾഡ ദക്ഷിണിൽ 55%, മുർഷിദാബാദിൽ 70%മാണ് മുസ്ലിം വോട്ടർമാരുടെ എണ്ണം. ഇത് പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു തൃണമൂൽ കോൺഗ്രസും അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഇടത് കോൺഗ്രസ് സഖ്യവും. എന്നാൽ തൃണമൂലും ഇടത് കോൺഗ്രസ് സഖ്യവും ചേർന്ന് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ തന്നെയായിരുന്നു BJPയുടെ പ്രതീക്ഷ. ഈ ബംഗ്ലാദേശിന്റെ ചില അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് മാൾഡ ഉത്തറിലടക്കം അഭയാർത്ഥി സമൂഹത്തിന്റെ വോട്ട് തങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് കൂടി BJP വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം, തങ്ങളുടെ 2ാം സ്വാതന്ത്ര്യ ദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഏക സിവിൽ കോഡിനെയും മറ്റും വരവേറ്റത്. അത്തരത്തിൽ വലിയ ഒരു പിന്തുണ ഈ ഏക സിവിൽ കോഡിനും പൗരത്വ നിയമ ഭേദഗതിക്കും ഒക്കെ അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. തൃണമൂലും BJPയും തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി ഈ ഘട്ടത്തിൽ നടക്കുന്നത് ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെയും ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെയും യുദ്ധമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ ഈ തൃണമൂൽ കോൺഗ്രസ് INDA മുന്നണിയുടെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പശ്ചിമ ബംഗാളിൽ മത്സരിച്ചതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി തന്നെ ഭിന്നിക്കപ്പെടുമെന്നും അതിനോടൊപ്പം ഹിന്ദു വോട്ടുകൾ പണ്ട് മുതൽ തന്നെ BJP തുണയ്ക്കുന്ന ഹിന്ദു വോട്ടുകൾ അവർക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയും ചെയ്താൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ പോലും BJPക്ക് എളുപ്പത്തിൽ കടന്നു കയറാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.